നമസ്കാരം. മെസ്സി വരുമോ ഇല്ലയോ? വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്കറിയാം, അന്നു മുതൽ ഞാൻ കുറച്ച് വാർത്തകൾ മെസ്സി വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ചെയ്തു. പിന്നീട് മെസ്സി വരുന്നില്ല, മെസ്സി വരുന്നു എന്നൊക്കെ പറഞ്ഞ വിഷയം. അതുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായത്. 123 കോടി രൂപ തട്ടിപ്പ് നടത്തിയെന്നൊക്കെയാണ് പറയുന്നത്. ആരാണ്? ആൻഡോ അഗസ്റ്റിൻ. ഈ 123 കോടി രൂപ അദ്ദേഹം തന്നെ മീറ്റ് ദ ജഡ്ജസ് പരിപാടിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. അത് എൻ്റെ പൈസയാണ് എന്ന് വെച്ചാൽ ആൻഡോ അഗസ്റ്റിൻ്റെ പൈസയാണ്. ഞാൻ പിന്നെ ആരുടെ പൈസയാണ് തട്ടിച്ചത്? അത് വലിയൊരു ചോദ്യമായിരുന്നു. എന്നാൽ മുഖ്യധാര മറ്റു മാധ്യമങ്ങൾ വലിയ രീതിയിൽ അദ്ദേഹത്തെ കടന്നാക്രമിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മരമുറി കേസ് മുതൽ എടുത്താണ് മുഖ്യധാര മാധ്യമങ്ങൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ പല മാധ്യമങ്ങളെയും വെല്ലുവിളിക്കുകയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഈ വാർത്തകൾ ചെയ്ത മാധ്യമങ്ങൾ തയ്യാറാണ്? തുറന്ന സംവാദത്തിനുമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ചെയ്യാൻ ഈ മുഖ്യധാര മാധ്യമങ്ങൾ തയ്യാറാണ്. വി.ഡി. സതീഷുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആളെ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് പിടികൂടുകയും എന്നാൽ മാധ്യമങ്ങൾ ചെയ്യുകയും ചെയ്ത വാർത്തകളാണ്. പക്ഷേ അതിലേറ്റവും കൂടുതൽ വാർത്തകൾ ചെയ്തത് റിപ്പോർട്ട് TV ആയിരുന്നു. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്, ആ വാർത്തകൾ കണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആ വാർത്തകൾ മറയ്ക്കുന്നതിന് വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. വലിയ വെല്ലുവിളിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. കിട്ടിയ അവസരത്തിൽ റിപ്പോർട്ടർ TVയെ കുഴിച്ചു മൂടാൻ ഓവർ ടൈം പണിയെടുക്കുന്ന മാധ്യമങ്ങളോടാണ് തൻ്റെ വെല്ലുവിളി. അദ്ദേഹം പറയാണ്, തൻ്റെ വെല്ലുവിളിയാണ് പറയുന്നത്. ദിവസങ്ങളായി നൽകി വരുന്ന വാർത്തകളിലെ വസ്തുത തെളിയിക്കുക. വെല്ലുവിളികൾ അക്കമിട്ട് പറയുന്നു. അദ്ദേഹം വെല്ലുവിളികൾ അക്കമിട്ട് പറയുകയാണ്. അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനുമായി RBCക്ക് കരാറില്ല എന്ന് തെളിയിക്കാനാകുമോ? തെളിയിക്കണം. ഈ ചെയ്യുന്ന മാധ്യമങ്ങൾ തെളിയിക്കണം. രണ്ടാമത് അദ്ദേഹം പറയുന്നു, AFAക്ക് പണം നൽകിയത് അനുമതിയില്ലാതെയാണ് എന്ന് വാർത്ത നൽകിയത് ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ്? പൈസ നൽകിയിട്ടുണ്ട്. ആ രേഖകൾ തെളിയിക്കാൻ ഈ വാർത്ത കൊടുക്കുന്നവർ തയ്യാറാകണമല്ലോ. അതല്ല എൻ്റെ ഒരു മാന്യത എന്ന് പറയുന്നത്. വാർത്ത കൊടുത്താൽ തെളിയിക്കണം. മൂന്നാമത് പറയുന്നുണ്ട്, കള്ളപ്പണം വെളുപ്പിച്ചെന്ന ആരോപണം എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്? ഞാൻ നേരത്തെ പറഞ്ഞു കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളത്. പക്ഷേ നഷ്ടമായത് ഇവരുടെ തുകയാണ്. ഈ 123 കോടി രൂപ സ്റ്റേഡിയം പണിതു, നല്ലൊരു സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിൻ്റെ ലെവൽ തന്നെ മാറ്റിയെടുത്തു എന്ന് വേണം ഞാൻ പറയാൻ. നമ്മൾ പോയി കണ്ടതാണ്. അത് തെളിയിക്കാൻ തയ്യാറാണെന്ന് ചോദിക്കുന്നു. നാലാമത് പറയുന്നു, പണം അയച്ചതിൻ്റെ കേന്ദ്ര അനുമതി ഇല്ലായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിയുമോ? കേന്ദ്രത്തിൻ്റെ അനുമതിയോട് കൂടിയാണ് പണം അയച്ചിരിക്കുന്നത്. അനുമതി ഇല്ലാതെയാണോ എന്ന് തെളിയിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ ആരോപിക്കുമ്പോൾ, അത് വെല്ലുവിളിക്കുമ്പോൾ അത് തെളിയിക്കാൻ ബാധ്യസ്ഥരാണ്. അഞ്ചാമത് പറയുന്നു, AFAയിൽ നിന്നും 55 കോടി RBCക്ക് തിരികെ കിട്ടിയെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? 55 കോടി തിരിച്ചു കിട്ടിയെന്നാണ് പറയുന്നത്. അത് തെളിയിക്കണമല്ലോ. അത് തെളിയിക്കണമെന്നാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്നത്. ആറാമത് പറയുന്നു, ഈ ആശയം സർക്കാരിന് മുന്നിൽ വെച്ച ഗോട്ടാൻ കമ്പനിയുമായി RBCക്ക് എന്തെങ്കിലും ബന്ധമുള്ളതായി തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അങ്ങനെ ഒരു കമ്പനി ഉണ്ടെങ്കിൽ അത് തെളിയിക്കണ്ടേ? ആ കമ്പനിയുമായിട്ടുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. ആരോപണം എന്തെങ്കിലും എന്ന് തെളിഞ്ഞാൽ 1 കോടി രൂപ ഇനാം നൽകാം. വലിയ തുകയാണ്. 1 കോടി രൂപ ഇനാം നൽകാം. അപ്പോൾ അക്കമിട്ട് 6 കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വരുന്ന 48 മണിക്കൂറിൽ തുറന്ന സംവാദത്തിന് തയ്യാറാണ്. ഇന്നലെയാണ് വൈകിട്ടാണ് പോസ്റ്റ് ഇട്ട്. 48 മണിക്കൂർ, 2 ദിവസം സമയമുണ്ട്. തുറന്ന സംവാദത്തിന് തയ്യാറാണ്. അതിന് ഈ വാർത്ത കൊടുത്ത ചാനലുകൾ തയ്യാറാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എഡിറ്റുകളില്ലാതെ അത് ലൈവ് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ലൈവായി പ്രസിദ്ധീകരിക്കാൻ റിപ്പോർട്ടർ TV തയ്യാറാണ്. കട്ട് ചെയ്യരുത്. സംവാദത്തിന് ഇരുന്നാൽ കട്ട് ചെയ്യരുത്. അത് ലൈവായിട്ട് കാണിക്കണം. അത് റിപ്പോർട്ടർ TV തയ്യാറാണ്. അതിനുള്ള സമയം കണ്ടെത്തണമെന്നേ. വെല്ലുവിളിക്കുമ്പോൾ സമയം കണ്ടെത്തണം. അതാണ് ചെയ്യേണ്ടത്. അതും കഴിയില്ലെങ്കിൽ മാധ്യമ വിചാരണ ചെയ്ത് ആളെ ശിക്ഷിക്കാൻ ഇത് വെള്ളരിക്കാപ്പട്ടണമല്ല. ഒരു താക്കീതും കൂടെയുണ്ട്. ഒന്ന് ആലോചിച്ച് വെക്കണം. ഒരാളെ, ഒരു അർജൻറ്റീന ഫുട്ബോൾ ടീമിനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി സർക്കാരുമായിട്ട് കൈകോർത്ത് സർക്കാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പണം നൽകി, അത് അന്നത്തെ സ്പോർട്സ് വകുപ്പ് മന്ത്രിയുടെ അറിവോടുകൂടി പണം നൽകി, അതിൻ്റെ രേഖകൾ ഉൾപ്പെടെ ഇവർ ഹാജരാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രേഖകൾ പുറത്ത് വിട്ടില്ല എന്ന് പറഞ്ഞു. എല്ലാ രേഖകളും പുറത്ത് വിട്ടു. അപ്പോൾ എല്ലാ രേഖകളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് റിപ്പോർട്ടർ TVയുടെ MD
തെളിവുകളുമായിട്ട് മുന്നോട്ട് വന്നത്. ഈ മാധ്യമ വിചാരണ നടത്തുമ്പോൾ നമുക്കറിയാമല്ലോ, മാധ്യമങ്ങൾ വിചാരണ ചെയ്യും. പക്ഷേ ഒരാളെ അങ്ങനെ ആക്രമിക്കുമ്പോൾ അദ്ദേഹം തെളിവുകൾ നിരത്തി പറയുന്നു, വെല്ലുവിളി നടത്തുന്നു. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഈ പറയുന്ന മാധ്യമങ്ങൾ, പേരെടുത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ പറയുന്ന മാധ്യമങ്ങൾ തയ്യാറാകണം. ഇല്ലാത്ത പക്ഷം അത് കേസിലേക്ക് പോകുമെന്ന് വരെ, കോടതിയിൽ പോകുമെന്ന് തന്നെ പറയണം. അദ്ദേഹം പറയുന്ന വാക്കുകൾ, അദ്ദേഹം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റിപ്പോർട്ടർ ടിവിക്കെതിരെ നടക്കുന്നത് അടിസ്ഥാനരഹിതമായ സംഘടിത ആക്രമണമാണ്. റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ചിടത്തോളം കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെ ഭാഗം കേൾക്കാതെയാണ് ഈ വാർത്തകളെല്ലാം നൽകുന്നത്. റിപ്പോർട്ടർ ടിവിക്കെതിരെ ഈ പറയുന്ന ആരോപണങ്ങൾ ഒരെണ്ണം തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ 1 കോടി രൂപ ഇനാം തരാം. ആരോപണങ്ങൾ തെളിയിക്കുന്നവർക്ക് 1 കോടി രൂപ ഇനാം. ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി RBCക്ക് കരാറില്ല എന്ന് തെളിയിക്കാനാകുമോ? AFAക്ക് പണം നൽകിയത് അനുമതിയില്ലാതെയാണ് എന്ന് വാർത്ത നൽകിയത് ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ്? കള്ളപ്പണം വെളുപ്പിച്ചെന്ന ആരോപണം എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ? പണം അയച്ചതിന് കേന്ദ്ര അനുമതിയില്ലായിരുന്നുവെന്ന് തെളിയിക്കാൻ കഴിയുമോ? AFAയിൽ നിന്ന് 55 കോടി RBCക്ക് തിരികെ കിട്ടിയെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഈ ആശയം സർക്കാരിന് മുന്നിൽ വെച്ച ഗോഡ് ആഡ് എന്ന കമ്പനിയുമായി RBCക്ക് എന്തെങ്കിലും ബന്ധമുള്ളതായി തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ആരോപണങ്ങൾ ഉന്നയിച്ച മാധ്യമങ്ങൾക്ക് തെളിയിക്കാൻ അവസരം. നിങ്ങളുടെ ഏത് ചോദ്യത്തിനും ഉത്തരം നൽകാൻ തയ്യാറാണ്. വരുന്ന 48 മണിക്കൂർ തുറന്ന സംവാദത്തിന് ഞാൻ തയ്യാറാണ്. എഡിറ്റ് ഇല്ലാതെ ലൈവ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ തയ്യാറുണ്ടോ? വീണ്ടും പറയുന്നു, ഇതിൽ ഒരു ആരോപണം തെളിയിച്ചാൽ 1 കോടി രൂപ പ്രതിഫലം. ഇല്ലെങ്കിൽ വാർത്ത പിൻവലിച്ച് മാപ്പ് പറയണം. ഇത് രണ്ടുമില്ലെങ്കിൽ മാനനഷ്ടത്തിന് ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തതയോട് പറയാം, അർജന്റീന ടീം ഈ വിവാദങ്ങൾ ഇവിടെ ഉണ്ടാവുമ്പോൾ അവർ ഒരു മെയിൽ അയച്ചതും പുറത്തു വിട്ടിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ല വേണ്ടത്, ഇതെങ്ങനെ പരിഹരിക്കാം, എങ്ങനെ കേരളത്തിലേക്ക് വന്ന് കളിക്കാൻ പറ്റും, അതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ട് അർജന്റീനയിൽ നിന്നും റിപ്പോർട്ടർ ടിവിക്ക് ഒഫീഷ്യൽ മെയിൽ നൽകുകയും ചെയ്തു. ആ മെയിലും അവർ പുറത്തു വിട്ടിരുന്നു. ഇതിൽക്കുള്ളവരെന്താ ചെയ്യുന്നത്? അങ്ങനെ ഓരോ വിവാദങ്ങൾ കൊണ്ടുവന്ന് കേരളത്തിൻ്റെ വികസനം ഇല്ലാതാക്കുന്നു എന്നൊരു സംശയമുണ്ട്. പക്ഷേ ആൻഡോ അഗസ്റ്റിനും ടീമും ഇത് ചെയ്തത് സത്യസന്ധമല്ലെങ്കിൽ, ഈ പറയുന്നതെല്ലാം കള്ളമാണെങ്കിൽ അത് തെളിവോടുകൂടി തെളിയിക്കാൻ ബാധ്യസ്ഥനാണ് മാധ്യമം എന്ന കാര്യത്തിൽ സംശയമില്ല. മാധ്യമ സ്ഥാപനങ്ങൾ അതിന് തയ്യാറാണ്. അങ്ങനെ ഉണ്ടെങ്കിലാണ് നിങ്ങൾ ചെയ്തത് വിജയിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ആൻഡോ അഗസ്റ്റിൻ ചെയ്തത് വിജയിക്കും. കാത്തിരുന്ന് കാണാം ഇനി എങ്ങോട്ടാണ് ഈ യാത്രയെന്ന്. ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ, 1 ലക്ഷം രൂപ വീതം 100 പേർക്ക് ബമ്പർ സമ്മാനമായി BMW കാർ, 30 കോടി രൂപയുടെ ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം.